ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCD പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ പോളിറ്റിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ വീഡിയോ ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് K8-ൻ്റെ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. ഇത് പഴയ മൈക്രോഫോണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം നേരം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ദയവേത് ക്ഷമിക്കണം ഓഫായി പോവുകയാണെങ്കിൽ മൈക്ക്, കാരണം സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു വീഡിയോ നമ്മൾ ചെയ്തതൊക്കെ ഇടയ്ക്ക് ഓഫായി പോയിരുന്നു. ഞാൻ ഈ ഓൾഡ് മൈക്ക് അവോയ്ഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ മൈക്ക് തന്നെ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. കാരണം F50-ൻ്റെ മൈക്കും പിന്നെ JTPയുടെ മൈക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ മൈക്കും കൂടി യൂസ് ചെയ്ത് നമ്മൾ 1 ഹവറിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടുതൽ ടൈം നമ്മൾ അടുത്ത് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓഫായി പോവും, പിന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ലാസ്റ്റ് ഭാഗമൊക്കെ. അതുകൊണ്ടാണ് 1 ഹവറും പിന്നെ 10 മിനിറ്റ്സൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ അഡ്വാൻസ്ഡായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ദയവേതൊന്ന് ഓർക്കണം. ഇനി ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ഇത് ശരിയാവണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ പ്രിഡ് ആൻസേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട വീഡിയോയിൽ. ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒറിജിനൽ പ്രിഡ് ആൻസേഴ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ഭാഗത്തും ഒറിജിനൽ പ്രിഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ പോളിറ്റിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ 112. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡു നോട്ട് എൻജോയ് എനി എ സോഷ്യൽ സാങ്ഷൻ, ബി മോറൽ സാങ്ഷൻ, സി പൊളിറ്റിക്കൽ സാങ്ഷൻ, ഡി ലീഗൽ സാങ്ഷൻ. ആൻസർ ഡി ലീഗൽ സാങ്ഷൻ. 112. Fundamental duties do not enjoy any a social sanction, B moral sanction, C political sanction, D legal sanction. Answer D legal sanction. 113. Fundamental duties were incorporated in the Constitution of India by the A 32nd Amendment Act, B 42nd Amendment Act, C 15th Amendment Act, D 46th Amendment Act. Answer B 42nd Amendment Act. Answer B 42nd Amendment Act. നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം, പ്രത്യേകം പറയാണ്. 113. Fundamental duties were incorporated in the Constitution of India by the A 32nd Amendment Act, B 42nd Amendment Act, C 15th Amendment Act, D 46th Amendment Act. Answer B 42nd Amendment Act. Answer B 42nd Amendment Act. 114. The fundamental duties of a citizen do not include A promoting communal harmony, B developing scientific temper, C safeguarding public property, D protecting children from hazardous employment. Answer D protecting children from hazardous employment. 115. The fundamental duties were added to Constitution because A majority of the people wanted it, B the government felt that a section of people was not fulfilling its obligation of respecting the established legal order, C the government felt this would ensure quicker progresses of the country, D the Supreme Court emphasized the need for the incorporation of these duties in the Constitution.
Answer D. The Supreme Court emphasized the need for the incorporation of these duties in the Constitution. 116. The fundamental duties were added to the Constitution. A. To make the fundamental rights more effective. B. To check anti-national subversive and unconstitutional agitations. B. To check anti-national subversive and unconstitutional agitations. C. To accord priority to the directive principles over fundamental rights. D. To achieve all the above objectives. Answer B. To check anti-national subversive and unconstitutional agitations. 116. The fundamental duties were added to the Constitution. A. To make the fundamental rights more effective. B. To check anti-national subversive and unconstitutional agitations. C. To accord priority to the directive principles over fundamental rights. D. To achieve all the above objectives. Answer B. To check anti-national subversive and unconstitutional agitations. Answer B. To check anti-national subversive and unconstitutional agitations. Spelling mistake, please adjust. 117. The greatest hallmark of personal liberty is A. Mandamus. B. Certiorari. C. Quo warranto. D. Habeas corpus. Answer D. Habeas corpus. 117. The greatest hallmark of personal liberty is A. Mandamus. B. Certiorari. C. Quo warranto. D. Habeas corpus. Answer D. Habeas corpus. Answer D. Habeas corpus. 118. Protection of which one of the following is a fundamental duty in India? A. Village Panchayat. B. National flag. C. Scheduled castes and scheduled tribes. D. Wildlife. Answer D. Wildlife. 119. The fundamental duties A. Were introduced by the 44th Amendment. B. Are incorporated in Part 3A. C. Are not justifiable. Choose the correct statements. A and B, B and C, C, B and C, D, C. D, C. Answer D, C. Answer D, C. C are not justifiable. 119. The fundamental duties A. Were introduced by the 44th Amendment. B. Are incorporated in Part 3A. C. Are not justifiable. Choose the correct statements. A and B, B and C, C, B and C, D, C. Answer D. Answer D, C. Answer D, C. C are not justifiable. C are not justifiable. 120. Which of the following are among the fundamental duties as നമുക്ക് ഒരിക്കൽ കൂടി പറയാം. 120. Which of the following are among the fundamental duties as listed in the Constitution? A. To preserve the heritage of our composite culture. B. To abide by the Constitution. C. To strive for excellence in scientific research to compete with international fame. D. To render for nation's service when called upon to do so. A, B and C. B, A and B. C, A, B and D. D, B, C and D. Answer C, A, B and D. A. To preserve the heritage of our composite culture. B. To abide by the Constitution. D. To render for nation's service when called upon to do so. 121. Which one of the following has been wrongly listed as a fundamental duty of Indian citizens? A. To develop a scientific temper, humanism, and spirit of inquiry and reform. B. To work for raising the prestige of the country in the international sphere. C. To protect and improve the natural environment. D. To strive towards excellence in all spheres of individual and collective activity. Answer B.
to work for raising the prestige of the country in the international sphere. 122. Which one of the following is not a fundamental duty as outlined in Article 51A of the Constitution? A. To abide by the Constitution and respect its ideals. B. To defend the country and render national service when called upon to do so. C. To work for the moral enlistment of the weaker sections of society. D. To preserve the rich heritage of our composite culture. Answer B. To defend the country and render national service when called upon to do so. 123. Which of the following are the fundamental duties mentioned in the Constitution of India? A. To follow the principles of morality. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. D. To safeguard public property and to adjure violence. A, B, C, and D. B, A, and D. C, A, B, and C. D, B, C, and D. Answer D, B, C, and D. Answer D, B, C, and D. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. C. To value and preserve the rich heritage of our composite culture. D. To safeguard public property and to adjure violence. D. To safeguard public property and to adjure violence. 123. Which of the following are the fundamental duties mentioned in the Constitution of India? A. To follow the principles of morality. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. D. To safeguard public property and to adjure violence. 123. Which of the following are the fundamental duties mentioned in the Constitution of India? A. To follow the principles of morality. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. D. To safeguard public property and to adjure violence. A, B, C, and D. B, A, and D. C, A, B, and C. D, B, C, and D. Answer D, B, C, and D. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. 123. Which of the following are the fundamental duties mentioned in the Constitution of India? A. To follow the principles of morality. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. D. To safeguard public property and to adjure violence. A, B, C, and D. B, A, and D. C, A, B, and C. D, B, C, and D. Answer D, B, C, and D. B. To uphold and protect the sovereignty, unity, and integrity of India. C. To value and preserve the rich heritage of our composite culture. D. To safeguard public property and to adjure violence. 124. Which one of the following is not included as a fundamental duty in the Constitution of India? A. To cherish and follow the noble ideals which inspired our national struggle. B. To develop the scientific temper, humanism, and the spirit of inquiry and reform. C.
to protect the minorities. D. To safeguard public property and to adjure violence. Answer C. To protect the minorities. Answer C. To protect the minorities. 125. Which one of the following statements regarding the fundamental duties contained in the Indian Constitution are correct? A. Fundamental duties can be enforced through writ jurisdiction. B. Fundamental duties have formed the part of the Indian Constitution since its adoption. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swarna Singh Committee. 125. Which one of the following statements regarding the fundamental duties contained in the Indian Constitution are correct? A. Fundamental duties can be enforced through writ jurisdiction. B. Fundamental duties have formed a part of the Indian Constitution since its adoption. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swarnan Singh Committee. Swaran Singh Committee. D. Fundamental duties are applicable only to citizens of India. A, B, and C. B, A, B, and D. C, B, and C. D, C, and D. 125. Which one of the following statements regarding the fundamental duties contained in the Indian Constitution are correct? A. Fundamental duties can be enforced through writ jurisdiction. B. Fundamental duties have formed a part of the Indian Constitution since its adoption. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swaran Singh Committee. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swaran Singh Committee. Swaran Singh Committee. D. Fundamental duties are applicable only to citizens of India. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ദയവേത് ക്ഷമിക്കണം. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. 125. Which one of the following statements regarding the fundamental duties contained in the Indian Constitution are correct? A. Fundamental duties can be enforced through writ jurisdiction. B. Fundamental duties have formed a part of the Indian Constitution since its adoption. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swaran Singh Committee. D. Fundamental duties are applicable only to citizens of India. A, B, and C. B, A, B, and D. C, B, and C. D, C, and D. Answer D, C, and D. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swaran Singh Committee. Swaran Singh Committee. Answer D, C, and D. C. Fundamental duties became a part of the Constitution in accordance with the recommendation of the Swaran Singh Committee. D. Fundamental duties are applicable only to citizens of India. ഇനി അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് 126. A socialistic ideology is reflected in the directive principle, which calls for a securing equitable distribution of material resources of the country to prevent concentration of wealth. B. Promotion of cottage industries. C. Free and compulsory education for children up to 14 years of age. D. All the above. Answer A. Securing equitable distribution of material resources of the country to prevent concentration of wealth. Answer A. Securing equitable distribution of material resources of the country to prevent concentration of wealth. 127. Directive principles are enshrined in the Constitution in A. Part 1, B. Part 2,
C. Part 3, D. Part 4. Answer D. Part 4. 128. Directive principles of state policy as enunciated in the Constitution of India do not include. Directive principles of state policy as enunciated in the Constitution of India do not include. Directive principles of state policy as enunciated in the Constitution of India do not include A. Legal aid to poor, B. Compulsory primary education, C. Minimum wages for workers, D. Adult education. Answer A. Legal aid to poor. Answer A. Legal aid to poor. 129. Gandhi principles have been enumerated in the A. Fundamental rights, B. Preamble, C. Directive principles, D. Fundamental duties. Answer C. Directive principles. Answer C. Directive principles. 130. Regarding directive principles of state policy, it is not correct to say that A. It is the duty of the state to apply these principles in making laws. B. They are fundamental in the governance of the country. C. They impose a legal duty upon the state. D. They are merely instructions or directives issued to the legislature and the executive of the country. Answer C. They impose a legal duty upon the state. Answer C. They impose a legal duty upon the state. One hundred 33. The directive principles of state policy have been given in the Constitution in A. Part 3, B. Part 2, C. Part and answer C. Part 13. 133. The directive principle of state policy have been given in the Constitution in A. Part 3, B. Part 2, C. Part 13, D. Part 4. Answer C. Part 13. 134. The main purpose of including directive principles of state policy in the Indian Constitution is A. To establish a welfare state, B. To provide best opportunities of development, C. To check the arbitrary actions of the government, D. To establish a secular state. Answer A. To establish a welfare state. Answer A. To establish a welfare state. 135. The purpose of the inclusion of directive principles of state policy in the Indian Constitution is to establish A. Political democracy, B. Social democracy, C. Gandhian democracy, D. Social and economic democracy. Answer D. Social and economic democracy. Answer D. Social and economic democracy. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഞാൻ ഫസ്റ്റ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ മൈക്ക് ഓൾഡ് മൈക്കെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ വീഡിയോ ചെയ്യാനാവുള്ളൂ. ഇത് 1 hour ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പിന്നെ ഡാൻസേഴ്സ് നമ്മൾ ലാസ്റ്റ് ഭാഗത്തും ഫസ്റ്റ് ഭാഗത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് നടക്കില്ല, കാരണം വീഡിയോ അവസാനിപ്പിക്കേണ്ടി വരും. ഈ ടൈമിൽ നമ്മൾ ഒറിജിനൽ പിന്നെ ഡാൻസേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. ഇനി കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഭാഗത്ത് ഒറിജിനൽ പിന്നെ ഡാൻസേഴ്സ് സെറ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി സോറി, നമ്മൾ ഈ ഒരു മൊമെൻറ്റിൽ തന്നെ വീഡിയോ എൻഡ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഒറിജിനൽ പിന്നെ ഡാൻസേഴ്സ് നോക്കാം. വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട്, പക്ഷെ വേറെ മാർഗം. നമുക്ക് ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് മൈക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ അത് കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്.
ഇത് കഴിഞ്ഞ് അടുത്തത് വരുന്ന ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് യൂണിയൻ ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യമൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഒറിജിനൽ പീരീഡ് ആൻസേഴ്സ് നോക്കാം. ഒറിജിനൽ പീരീഡ് ആൻസേഴ്സ് ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ടോട്ടൽ 523 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ, ഇന്ത്യൻ പോളിറ്റിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കാണ്. അപ്പം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് കാര്യ രീതിയിൽ തന്നെ. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്. എന്ത് ഡ്രോബാക്സ് ആണെങ്കിലും ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്യാൻ നോക്കണം, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നേരിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ ടോപ്പിക്സൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യണം. നിങ്ങൾക്കിത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഒരു ബുക്ക് വായിക്കുന്ന അതേ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ സൗണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിലും യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ. നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.